ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് റിമാൻഡിൽ. ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്നും കട്ടിളപ്പാളികൾ അനുവാദമില്ലാതെ കൊണ്ടുപോയത് ബോർഡിനെ അറിയിച്ചില്ലെന്നും അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും അറസ്റ്റ് നോട്ടീസ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഭക്തരെ ഞെട്ടിച്ചുകൊണ്ടാണ് മുൻ തന്ത്രി കണ്ഠരര് രാജീവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലിനൊടുവിൽ വൈകുന്നേരം 3:30യോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അനുമതിയില്ലാതെ കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടുപോയിട്ടും ആചാരലംഘനമുണ്ടായിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നുമാണ് അറസ്റ്റ് നോട്ടീസിൽ അന്വേഷണ സംഘം പറയുന്നത്. കട്ടിളപ്പാളിക്കടത്തിൽ മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും അറസ്റ്റ് നോട്ടീസിലുണ്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്നും കുടുക്കിയതാണെന്നും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കണ്ഠരര് രാജീവര് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ കണ്ഠരര് രാജീവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സബ് ജയിലിലേക്ക് മാറ്റിയ രാജീവരുടെ ജാമ്യാപേക്ഷ ജനുവരി 13 പരിഗണിക്കും. ആവശ്യമെങ്കിൽ ജയിലിൽ വൈദ്യസഹായം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജനം, തിരുവനന്തപുരം.